ഹായ്, ഇന്ന് ഞാനൊരു അടിപൊളി എഗ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു പാസ്തയുടെ കൂടെ ഒരു മസാല കിട്ടി. ആ മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ അതൊന്ന് ചിക്കി എടുക്കണം. അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് വേവിച്ച് വെച്ച പാസ്തയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് സോസും കൂടി ഒഴിച്ച് നമ്മുടെ പാസ്ത ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി ഗൈസ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഹായ്, ഇന്ന് ഞാനൊരു അടിപൊളി എഗ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു പാസ്തയുടെ കൂടെ ഒരു മസാല കിട്ടി. ആ മസാലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ അതൊന്ന് ചിക്കി എടുക്കണം. അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് വേവിച്ച് വെച്ച പാസ്തയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് സോസും കൂടി ഒഴിച്ച് നമ്മുടെ പാസ്ത ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി ഗൈസ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.